ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പാർട്ടിലേത് എമൈൽ ദർഘയും വരെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം ഇന്ന് ജോർജ് സിമ്മൽ പിന്നെ ടാൽക്കോട്ട് പാഴ്സൺ പോലുള്ള 2-3 ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാം. ചാപ്റ്റർ അല്ല, ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ജോർജ് സിമ്മലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമ്മളിവിടെ പഠിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കാണ് ദ ഫിലോസഫി ഓഫ് മണി എന്ന് പറയും. ഓക്കെ, ദ ഫിലോസഫി ഓഫ് മണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മണി എന്ന് പറയുന്നത് കൂടുന്നതനുസരിച്ച് അത് ശരിക്കും പറഞ്ഞതിൻ്റെ സോഷ്യൽ ആയിട്ടുള്ള കോൺസിക്വൻസ് എന്തുവാണ്. മണി ഇന്ന് നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ് ഒക്കെ എന്തോ ആയിരിക്കും. അതിൽ ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഡീപേഴ്സണലൈസേഷൻ. അതായത് പേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാണ്, നമ്മൾ ഒരു ഇൻറ്റിമസി അല്ലേ, നമ്മൾ രണ്ടാൾക്കാർ തമ്മിലുള്ള പേഴ്സൺസ് തമ്മിലൊരു ഇൻറ്റിമസി കൂടി വരുന്നത്, നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട്ട് എൻക്വയറി ചെയ്യും, ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത്, ലിസൺ ചെയ്യുക അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണലൈസേഷൻ്റെ ഒരു അതിൻ്റെ ക്യാരക്ടറൈസേഷനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുമായിരിക്കും, ആൾക്കാർ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഒക്കെ കുറഞ്ഞു വരുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീപേഴ്സണലൈസേഷൻ വരുന്നില്ലേ. അപ്പം ഈ മണിയുടെ കോൺസിക്വൻസ് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് ഡീപേഴ്സണലൈസേഷൻ. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് റാഷണലൈസേഷൻ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ആൾക്കാരോട് എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവോ എന്നുള്ള രീതി നോക്കിയിട്ടുണ്ടായിരിക്കും. അല്ല, അത് യുക്തിപരമായിട്ടുള്ള രീതിയിലേക്ക് ചുമ്മാ നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുന്ന പോലെയോ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയല്ല. കുറച്ച് റാഷണലൈസേഷൻ ആയിട്ടുള്ള ഒരു സോഷ്യൽ റിലേഷനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, കീപ്പ് ചെയ്യുന്നത്. ഇത് ഈ മണിയുടെ ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഇന്നത്തെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഒരു സോഷ്യൽ കോൺസിക്വൻസ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജോർജ് സിമ്മൽ. ഇനി അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ്, നമ്മളൊരു ഈ മണി ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മണി നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് ഇപ്പം ഞാൻ ഇന്ന് ബസ്സിൽ കയറുവാണ്, ബസ്സിൽ പോകുമ്പോൾ ബസ് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 10 രൂപ കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു. ആ 10 രൂപ എന്ന് പറയുന്ന കണ്ടക്ടർ എന്ത് ചെയ്യും, വേറെ ആരെങ്കിലും എന്ത് ചെയ്യും, ബാലൻസിൽ നമ്മൾ ചിലപ്പം അദ്ദേഹം അങ്ങോട്ട് കൊടുക്കും. ഇനി ആ വ്യക്തി എന്ത് ചെയ്യും, അത് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസ് എല്ലാം ഇൻവോൾവ് ആയി വരുന്നുണ്ടല്ലേ. അപ്പം മണി എന്ന് പറയുന്നത് പോലെ ഓരോ ആൾക്കാരിൽ നിന്നിങ്ങനെ മാറി ഒരു സർക്കുലേറ്ററി രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു മണി എന്ന് പറയുന്നത് ഇന്ന് എന്തുവാണ്, നമ്മൾ കുറച്ചും കൂടെ ഒരു നോൺ എക്കണോമിക് ആയിട്ടുള്ള ഒരു പവറും ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ബസ്സിൽ പോകുമ്പം ഞാൻ എവിടെ നിന്നാണ്, എൻ്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറത്ത് പോയി ഇറങ്ങാനായിട്ടാണ് ഞാൻ ആ 10 രൂപ കൊടുത്തത്. അപ്പം ആ വെറും ഒരു കറൻസി നോട്ടാണ് ഞാൻ കൊടുത്തതല്ലേ. അപ്പം അതിന് ഒരു വാല്യൂ കൽപ്പിക്കുന്ന ആരാണ്, അവിടെയാണ് ആ ഈ നോൺ എക്കണോമിക് ആയിട്ടുള്ള കാര്യത്തിന് ഒരു ബന്ധം വരുന്നത്. അതായത് ഈ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലേ, ലൈക്ക് ഇപ്പം എന്തുവാണ്, ഞാൻ ഈ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ട് വിടാനുള്ള വർത്ത് ആ ഒരു 10 രൂപയ്ക്കുണ്ട്. അപ്പം ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവിടെ ഒരു കറൻസി നോട്ടിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ട്രസ്റ്റ് കൂടി ഇൻവോൾവ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, അത്യാവശ്യം ക്യാഷ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ക്യാഷിന് സ്വരൂപിച്ച് വയ്ക്കുന്ന കാരണം എന്താണ്, എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഗുഡ്സ് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ലൈക്ക് ഇപ്പം നമ്മൾ സ്വർണ്ണത്തിൻ്റെ വില എത്രയാണ്, 60-70 അടുപ്പിച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പം അത്രയും 70,000 ആ ഒരു അടുപ്പിച്ച് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ ആയിട്ടുള്ള ഒരു പവൻ ആഭരണം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം അതൊരു ഒരു ഗുഡായിട്ട് നമുക്കിവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ആക്ച്വലി ട്രസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ ആ ഒരു പവന് ഇത്രയും 70,000 എന്ന് പറയുന്ന ഒരു വർത്തുണ്ട്. അപ്പം കടക്കാരന് ആ ഒരു ട്രസ്റ്റ് ഉണ്ട് അല്ലേ. അതായത് ഇയാൾക്ക് ആ ഗോൾഡ് റീപ്ലേസ് ചെയ്യാൻ തക്കവണ്ണം ആ മണി ഓക്കെ ആണ് എന്നുള്ള ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് മണി അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് കൊടുക്കുന്നത്, അതിന് വർത്തായിട്ടുള്ള ആ ഒരു ജവൽ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ട്രസ്റ്റ് എന്തുണ്ട് ഇവിടെ, അതിൽ ഹിഡൻ ആയിട്ടുള്ള ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ ഹിഡൻ ആയിട്ട് ആരിപ്പുണ്ട്, നോൺ എക്കണോമിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്, അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ മണി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വർത്ത് അല്ലെങ്കിൽ തന്നെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗുഡായിട്ട് നമുക്ക് അതിന് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ട്രസ്റ്റ് കിട്ടണമെങ്കിൽ ആക്ച്വലി ആ മണിക്ക് എന്തോ ഒരു കഴിവുണ്ട്.
അതായത് അതിന് ലീഗലായിട്ട് സാങ്ഷൻ കിട്ടിയിട്ടുണ്ടല്ലേ. അതായത് രൂപ എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു വാല്യൂ ഉണ്ടെന്നുള്ള ഒരു സാങ്ഷൻ അതിന് ലീഗലി ആയിട്ട് എന്ത് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്ചേഞ്ചിന് പകരമായിട്ട് എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് മണി ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ മണി പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ജോർജ് സിമ്മൽ പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ്, ഇത് ഇത്രയും ഒരു ഭാഗമാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ രീതിയിൽ അദ്ദേഹം പറയുന്നത്, മണി ഓഫ് കോഴ്സ് ഡീപേഴ്സണലൈസേഷന് ഇന്നത്തെ ഒരു സോഷ്യൽ കോൺസിക്വൻസിന് കാരണമായി മാറുന്നുണ്ടെങ്കിലും സെൽഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതി മാറിയല്ലേ. അതായത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു. എന്നാൽ ഇന്ന് അതെന്തായിട്ട് മാറുവാണ്, ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എമൈൽ ഡർഖീമിന്റെ ഡിവിഷൻ ഓഫ് ലേബറായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതാണ്ട് ആ ഒരു ചെറിയൊരു ടച്ചൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതായത് ജോർജ് സിമ്മലും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായുള്ള പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് വേണ്ടി നമ്മളിപ്പം കേരളക്കാർ മാക്സിമം നമ്മളിവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത് അല്ലേ. അപ്പം നമുക്കുള്ളത് വേറൊരാൾ തരുന്നുണ്ട്. അപ്പം ഈ മൊത്തത്തിൽ മണി എന്ന് പറയുന്നത് ഒരു എന്തുവാണ്, ഒരു സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ളൊരു കൺട്രോളിങ് പവർ അതിനുണ്ട് അല്ലേ. അപ്പം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഇത് മൊത്തത്തിൽ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് എന്തുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ട് എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഫ്യൂഡൽ സിസ്റ്റം മാറി, അതിന് ഈ മണി സഹായിച്ചു എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മണിയുള്ള ലാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റെന്റിന് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഫ്യൂഡൽ സിസ്റ്റം അവിടെ വരുന്നുണ്ട്, എമർജ് ആയി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഫ്യൂഡൽ സിസ്റ്റം ഇന്നില്ല. കാരണം നമുക്ക് മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഇനി അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റാൻ വേറൊരു ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഫ്യൂഡൽ സിസ്റ്റം മാറി. ഇപ്പം മണിക്ക് അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ്, സെൽഫ് പ്രൊഡക്ഷൻ അല്ല, കംപ്ലീറ്റ് അല്ലാണ്ട് തന്നെ വേറൊരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരുതുന്ന രീതിയിൽ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ ഇവിടെ വരുന്നുണ്ട് എന്ന് കൂടിയാണ് ജോർജ് സിമ്മൽ പറയുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന വേർഡ് ഇവിടെ റിഫർ ചെയ്യണ്ട, കാരണം ആ ഒരു കോൺസെപ്റ്റ് ആരുടെയാണ്, എമൈൽ ഡർഖീമിൻ്റെയാണ്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെഴുതുക, നിങ്ങളുടേതായിട്ടുള്ള ആശയം അതിൽ വെളിപ്പെടുത്തുക. ഓക്കെ, ഇത്രയാണ് ജോർജ് സിമ്മലിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ആളാണ് തോസ്റ്റീൻ വെബ്ലൻ. തോസ്റ്റീൻ വെബ്ലന്റെ ഭാഗം നമ്മൾ നോക്കുമ്പം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഏത്, ദ തിയറി ഓഫ് ദി ലെഷർ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, തിയറി ഓഫ് ലെഷർ ക്ലാസ്. ഇതിൽ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസും നമ്മുടെ ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ നോംസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് വേറെ ഒന്നുമല്ല, ലൈക്ക് ഇപ്പോൾ ഫാദർ മദർ എന്നുള്ള ഒരു റിലേഷനൊക്കെ വരുന്നില്ലേ, ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്ട്രക്ചർ, അതായത് സൺ മദർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ സൊസൈറ്റി പരമായിട്ട് വരുന്നൊരു സ്ട്രക്ചർ, അത് തന്നെയാണ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ റിലേഷൻസ്, നമ്മൾ ഈ ഫാമിലി ട്രീ ഒക്കെ വരച്ച് കഴിയുമ്പോൾ സ്ട്രക്ചർ നമ്മൾ കൊടുക്കുന്നില്ല, റിലേഷൻ ആരുടെയൊക്കെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാദർ സൺ എന്നുള്ള രീതിയിലും അതിനെ തന്നെയാണ് ആ സ്ട്രക്ചറായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ സോഷ്യൽ സ്ട്രക്ചറും പിന്നെ എന്തുവാണ് കുറച്ച് നമ്മുടെ കൾച്ചറൽ നോംസും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ബിഹേവിയറിനെയും നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് നമ്മളെ തോസ്റ്റീൻ വെബ്ലൻ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മെയിൻ കോൺസെപ്റ്റ് അതാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ദ തിയറി ഓഫ് ലെഷർ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഒന്ന് കോൺസ്പിക്യൂസ് കൺസംഷനും രണ്ടാമത് കോൺസ്പിക്യൂസ് ലെഷറുമാണ്. ഈ രണ്ട് വേർഡ്സും മറന്നു പോകാതെ, കോൺസെപ്റ്റുകൾ മാറിപ്പോകാതെ ഓർത്ത് വെച്ചിരിക്കുക. കോൺസ്പിക്യൂസ് ലെഷർ എന്നും കോൺസ്പിക്യൂസ് പിന്നെ കൺസംഷൻ എന്നും. എന്താണ് ഈ കോൺസ്പിക്യൂസ് കൺസംഷൻ, കോൺസ്പിക്യൂസ് ലെഷർ എന്ന് പറയുന്നത്? വേറെ ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ എക്കണോമിക്സിന്റെ എഫിഷ്യൻസി എന്തുവാണ്, അതായത് നമ്മളെ മണിയുടെ എഫിഷ്യൻസി എന്തുവാണ്, നമ്മുടെ പിന്നെ എന്താണ് യൂട്ടിലിറ്റി എന്തുവാണ്, അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മുൻപ് കുറച്ചൊരു ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് സോഷ്യോളജിസ്റ്റ് ഒക്കെ അതിനെയാണ് അവർ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. അതായത് മണിയുടെ കോൺസ്പിക്യൂസ് ലെഷർ എന്നും കോൺസ്പിക്യൂസ് പിന്നെ എന്താണ് കൺസംഷൻ എന്നും. എന്താണ് ഈ കോൺസ്പിക്യൂസ് കൺസംഷൻ, കോൺസ്പിക്യൂസ് ലെഷർ എന്ന് പറയുന്നത്? വേറെ ഒന്നല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ എക്കണോമിക്സിന്റെ എഫിഷ്യൻസി എന്തുവാണ്, അതായത് നമ്മളെ മണിയുടെ എഫിഷ്യൻസി എന്തുവാണ്, നമ്മുടെ
പിന്നെ എന്താണ് ഇതിന്റെ യൂട്ടിലിറ്റി എന്തുവാണ്, അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മുൻപ് കുറച്ചൊരു ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് സോഷ്യോളജിസ്റ്റ് ഒക്കെ അതിനെയാണ് അവർ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് അല്ലേ. അതായത് മണിയുടെ എഫിഷ്യൻസി എന്തുവാണ്, എത്രത്തോളം നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതിന്റെ യൂട്ടിലിറ്റി എങ്ങനെയാണ് എന്നുള്ള രീതിയെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ അതല്ല ഇന്നത്തെ സമൂഹത്തിലുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന കോൺസ്പിക്യൂസ് കൺസംഷന് കോൺസ്പിക്യൂസ് ലെഷറാണ് എന്നാണ് തോമസ് വെബ്ലൻ പറയുന്നത്. ഇനി എന്താണ് ഈ രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നത്? അതായത് കോൺസ്പിക്യൂസ് കൺസംഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റസ് എന്താണ്, നമുക്ക് എത്രത്തോളം വെൽത്ത് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലെഷറായിട്ട് നമ്മൾ വെറുതെ ലക്ഷറീസ് ആയിട്ട് നമ്മളിങ്ങനെ ചെലവാക്കുന്നതിനാണ് കോൺസ്പിക്യൂസ് കൺസംഷൻ. അതായത് നമ്മളുടെ വെൽത്തും നമ്മുടെ സ്റ്റേറ്റസും കാണിക്കുക മറ്റുള്ളവരെ, മനസ്സിലായി, ഷോ ഓഫ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നും മണി ഉപയോഗിക്കുന്നുണ്ട്. അല്ല അതിന്റെ യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല. ഇന്ന് തന്നെ ജസ്റ്റ് നമ്മളുടെ വെൽത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷോ ഓഫ് കാണിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കോൺസ്പിക്യൂസ് കൺസംഷൻ പറയുന്നത്. കോൺസ്പിക്യൂസ് ലെഷർ അപ്പം എന്തുമായിരിക്കും, അതായത് നമ്മുടെ ലെഷർ ടൈം അത് നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക. സാധാരണ നമ്മളിപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, ബിസിയാണ് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് 1-2 ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ അടിച്ചു പൊളിച്ച് കളയല്ലേ. ഒരുപാട് നമുക്ക് ലെഷർ ടൈം കിട്ടിയാലോ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ആരും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാതെ അതിനെയും വെറുതെ ലക്ഷൂറിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട്, വെൽത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് കോൺസ്പിക്യൂസ് ലെഷർ എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ ക്ലബിലൊക്കെ പോവുക, നമ്മൾ പണ്ട് ഈ മോളി ആൻറ്റി എന്നൊക്കെ പറയത്തില്ലേ, വനിതയിലാണോ മനോരമയിലാണ് ഏതോ ബാക്ക് സൈഡിൽ ഉണ്ടായിരിക്കും മോളി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ക്ലബിലൊക്കെ പോയി വെറുതെ ഇങ്ങനെ ലെഷറായിട്ട് നടക്കുന്നത്. ആക്ച്വലി അതൊക്കെ തന്നെയാണ് നമ്മുടെ ലെഷർ ടൈമിൽ വെറുതെ നോൺ പ്രൊഡക്റ്റീവ് ആയുള്ള രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, കോൺസ്പിക്യൂസ് ലെഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ അദ്ദേഹം വേറെയും പറയുന്നുണ്ട്, അതായത് നമ്മൾ ഇന്നത്തെ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ ചേഞ്ച്, നമുക്കിന്ന് സമൂഹത്തിൽ ഒരുപാട് ചേഞ്ച് നടന്നല്ലേ. ഈ ചേഞ്ച് എന്ന് പറയുന്നത് മുൻപ് കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു സോഷ്യോളജിസ്റ്റുകാർ, നമ്മുടെ പയനീഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, എക്കണോമീനെ ബേസ് ചെയ്തിട്ടാണ് ഈ സോഷ്യൽ ചേഞ്ച് നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തോമസ് വെബ്ലൻ പറയണല്ല, പ്യുവറായിട്ട് ഈ എക്കണോമി ബേസ് ചെയ്തിട്ടൊന്നും അല്ല സോഷ്യൽ ചേഞ്ച് നടന്നിട്ടുള്ളത്. മറിച്ച് ഇന്ന് ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് ഡെവലപ്ഡ് ആണല്ലോ. അപ്പൊ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും ആ ടെക്നോളജീസ് എങ്ങനെയാണോ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇമ്പാക്ട് ചെയ്യുന്നത്, ഇതിന്റെ ബേസിസിലാണ് സോഷ്യൽ ചേഞ്ച് നടക്കുന്നത് എന്നാണ് തോമസ് വെബ്ലൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വെബ്ലന്റെ അഭിപ്രായത്തിൽ വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വെബ്ലൻ്റെത്. ഇനി അടുത്താണ് ടാൽക്കോട്ട് പാഴ്സൻ്റെത്. ടാൽക്കോട്ട് പാഴ്സിന്റെയും നമ്മൾ നീൽസ് മെൽസറിന്റെയും നോക്കുമ്പം ഇതാണ് നമ്മുടെ അവസാനത്തെ ഭാഗത്തോട്ട് കേട്ടോ. നമ്മുടെ ഈ സോഷ്യോളജിസ്റ്റ്, നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിലുള്ള നമ്മൾ കുറേ നോക്കി, കാൾ മാർക്സ്, മാക്സ് വെബർ, എമൈൽ ഡർഖീം, ഇന്ന് പിന്നെ നമ്മൾ ആരെയൊക്കെ നോക്കി, തോസ്റ്റൻ വെബ്ലൻ, ജോർജ് സിബിലൊക്കെ നോക്കി. ഇനി ഈ പാഠഭാഗത്തിലുള്ള അവസാനത്തെ 2 സോഷ്യോളജിസ്റ്റുകളാണ്. നമ്മളിത് ഒരുമിച്ചാണ് ഇവർ രണ്ടുപേരും പഠിക്കുന്നത് കേട്ടോ. അതായത് ടാൽക്കോട്ട് പാഴ്സിനും നീൽസ് മെൽസറും ഇവർ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എക്കണോമിക് സോഷ്യോളജിയിൽ സ്റ്റഡി നടത്തിയത്. അവരുടെ കോൺട്രിബ്യൂഷൻസും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കും. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ പബ്ലിഷ് ചെയ്ത പ്രധാനപ്പെട്ട ബുക്കാണ് എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. അതായത് ആ വാക്കി തന്നെ ഉണ്ടല്ലോ, എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നുള്ളത് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പം എന്തായിരിക്കും പറഞ്ഞിട്ടാവുക, ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എക്കണോമിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ. അപ്പൊ ഈ സ്റ്റഡി ഇൻ ദ ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ തിയറി എന്നും കൂടെ ഉണ്ട് കേട്ടോ മൊത്തത്തിലാണ്. അതായത് എക്കണോമിക് സൊസൈറ്റി, ഈ സ്റ്റഡി ഇൻ ദി ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ തിയറി എന്നുള്ളതാണ് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഓർത്തിരിക്കുക, ഇത്രയും വലുതാണ് ഈ ബുക്കിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇവരാണെങ്കിലും എക്കണോമിയും സൊസൈറ്റിയും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് വരുന്നത്, എക്കണോമിയുടെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഇനി നമ്മളിവിടെ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ലാർജർ സിസ്റ്റത്തിലുള്ള ജസ്റ്റ് ഒരു സബ് സിസ്റ്റം മാത്രമാണ് എക്കണോമി എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ സൊസൈറ്റിയും എക്കണോമിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പം എക്കണോമി എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്ന ലാർജർ സിസ്റ്റത്തിന്റെ ഒരു സബ് സിസ്റ്റം മാത്രമാണ് എക്കണോമി എന്ന് പറയുന്നത് എന്നാണ് ഈ 2 പേരും ടാൽക്കോട്ട് പാഴ്സനും നീൽസ് മെൽസറും പഠിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല, കാരണം രണ്ടുപേരും ഇന്റർഡിപ്പെൻഡന്റ് ആണ് എന്നാണ് പറയുന്നത്.
ഇനി ഇവരുടെ കീ ആസ്പെക്ട്സ് ആയിട്ട് 2-3 ടേംസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നുമല്ല, എക്കണോമി എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സബ്സിസ്റ്റമാണ്. കാരണം കോമ്പിനേഷൻ ഇല്ല, ഇപ്പൊ എക്കണോമിയും പൊളിറ്റിക്സും തമ്മിൽ ബന്ധമില്ല. അത് പ്രത്യേകിച്ച് നിൽക്കുന്ന ഒരു സബ്സിസ്റ്റം മാത്രമാണ് എക്കണോമി എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഫംഗ്ഷൻ സൊസൈറ്റിയുടെ ഫംഗ്ഷനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ ഒരു സബ്സിസ്റ്റം അല്ലേ. ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയാൻ മൊത്തത്തിലൊരു സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ കണ്ണും മൂക്കും വായൊക്കെ എങ്ങനെ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്നു, അതുപോലെ ഒരു ഭാഗമാണ് എക്കണോമി എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് എക്കണോമി എന്ന് പറയുന്ന ഒരു സബ്സിസ്റ്റം സൊസൈറ്റിയിലുള്ള എഡ്യൂക്കേഷനെ, ഫാമിലിനെ ഒക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് ഇവർ പറയുന്നത്. പിന്നെ എക്കണോമിക് ആക്ഷൻ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആക്ഷൻസ് അല്ലെ, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ ഷേപ്പ് ചെയ്യുന്നത് ആരാണ്? സോഷ്യൽ നോംസ് ആണ്. അത് ഞാൻ തോന്നുന്നു മുൻപുള്ള വെബ്ലന്റെ കേസിലാണ് പറഞ്ഞത് തോന്നുന്നു. എല്ലാവരും ഏതാണ്ട് എക്കണോമിക് സോഷ്യോളജിസ്റ്റുകാരൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. ഇവിടെയും ഇവർ അത് തന്നെയാണ് പറയുന്നത്. എന്തുവാണ് നമ്മുടെ എക്കണോമിക് ആക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, നോംസ് ആണ്, കൾച്ചറൽ നോംസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ടാൽക്കോട്ട് പാഴ്സിനും നീൽസ് മെൽസിനും പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും മനസ്സിലായായിരുന്നോ? ഇത് നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഭാഗമാണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ, അതായത് ഈ പയനേഴ്സും അല്ലെങ്കിൽ എക്കണോമിക് സോഷ്യോളജിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ഒരു ഭാഗമാണ്. ഇനി അടുത്തൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈക്ക് എന്ത് പറഞ്ഞാൽ, ഞാൻ മുന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഒരെണ്ണത്ത് കണ്ടതാണ് ഈ വാഷിംഗ്ടൺ കൺസെൻസസിനെ കുറിച്ച്. മനസ്സിലായോ? അപ്പം ഈ പയനേഴ്സ് വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. മീൻസ് കാൾ മാർക്സ് എന്തുവാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തുവാണ്, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചില്ല. മൊത്തത്തിൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്ലാസിക്കൽ തിങ്കേഴ്സ് എങ്ങനെയാണ് എക്കണോമിക് സോഷ്യോളജീനെ നോക്കി കണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അപ്പം നമുക്കത് എഴുതാൻ അത്യാവശ്യം നിറയെ കിട്ടുമല്ലേ. 20 മാർക്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എഴുതാൻ പറ്റും. പക്ഷെ വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട് അത് ഞാൻ. മനസ്സിലായി? അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 20 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഭാഗമൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തില്ല. അപ്പം നിങ്ങളത് വേറെ റെഫർ ചെയ്യുക, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. റെഫർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് എഴുതാൻ പറ്റും. കാരണം മുൻപുള്ള എക്കണോമിക് സോഷ്യോളജിസ്റ്റുകാർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുമ്പം അത് വേറെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് ഒരു സെറ്റ് ഓഫ് എക്കണോമിക് പോളിസിയാണ് കേട്ടോ, സെറ്റ് ഓഫ് എക്കണോമിക് പോളിസിയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് കുറേ ആൾക്കാരുടെ റെക്കമെൻഡേഷൻ, നമ്മുടെ എക്കണോമീനെ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ എക്കണോമീനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെയൊക്കെയാണ് അത് ഉപകരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഓരോ ആൾക്കാരും, ഓരോ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവന്നൊരു സെറ്റ് ഓഫ് എക്കണോമിക് പോളിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാഷിംഗ്ടൺ കൺസെൻസസ്. മനസ്സിലായി? അപ്പോൾ ഒരുപാട്, അതായത് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ബാങ്ക്, പിന്നെ IMF പോലെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ എക്കണോമീനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എക്കണോമീനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുറച്ച് റെക്കമെൻഡേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എക്കണോമിക് പോളിസി, ഒരു സെറ്റ് ഓഫ് എക്കണോമിക് പോളിസി അവർ കൊണ്ടുവന്നു. അതിനെയാണ് വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഇതിന്റെ ഈ ഒരു ടേം കോയിൻ ചെയ്തത്, വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ജോൺ വില്യംസിനാണ്. മനസ്സിലായി? ജോൺ വില്യംസിനാണ്. ഇദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ അവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അവിടുത്തെ ഒരാളാണ് ജോൺ വില്യംസൺ എന്ന് പറയുന്നത്. പിന്നെ IMF എന്ന് വെച്ചാൽ അറിയാലോ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. അപ്പം അവരും വേറെ വേൾഡ് ബാങ്ക് ഒക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു സെറ്റ് ഓഫ് പോളിസിയാണ് വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും വേറെ ഒന്നുമല്ല. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോളിസി 1980s-ലും 1990s-ലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം ആ സമയത്തൊക്കെയാണ് ഈ IMF ഒക്കെ ഒരുപാട് റെക്കമെൻഡേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സംഭവം ഒരുപാട് വന്നിട്ടുള്ളത്, വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു കുറച്ച് കോർ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്ന് പറയും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാഷ്
നമ്മളെ ഇന്ത്യയിൽ കോർപ്പറേറ്റ്സും ബിസിനസ്സുകാരൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, പല ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് ഒക്കെ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനെ കൺട്രോൾ ചെയ്ത് ഗവൺമെന്റ് ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂട്ടിലൈസേഷനെ കൺട്രോൾ ചെയ്ത്, അല്ലാതെ നമ്മൾ ഇപ്പം ഇന്ത്യ നോക്കിക്കഴിയുമ്പോൾ എന്തെടുത്താലും ടാക്സ്, നമ്മൾ വിൽക്കണമെങ്കിൽ ടാക്സ്, വാങ്ങണമെങ്കിൽ ടാക്സ് കൊടുത്ത് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും അതിൽ ടാക്സ്. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ടും ഞാൻ നമ്മുടെ ഈ പാർലമെന്റിലും അദ്ദേഹത്തിന്റെ ആരാണെന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി വന്നുകൊണ്ടിരുന്ന റീലായിരുന്നു. ലൈക്ക് ഇതുപോലെ എന്താ ടാക്സിനെ കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് എന്തിനും ടാക്സ് ആണ്, നമ്മൾ വാങ്ങണമെങ്കിൽ ടാക്സ്, വിൽക്കണമെങ്കിൽ ടാക്സ്, ഇനി ടാക്സ് ചെലുത്തി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഏതെങ്കിലും കാര്യത്തിന് പിന്നെയും ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ എല്ലാത്തിനും ടാക്സ്. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അത്രത്തോളം നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അതാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു പ്രത്യേകത. അപ്പം ഈ നമ്മുടെ വാഷിംഗ്ടൺ കൺസെൻസിൽ പറയുന്നത് നമ്മളുടെ ഗവൺമെന്റ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മണി സ്പെൻഡ് ചെയ്യുന്നതിൽ അത്രത്തോളം കൺട്രോൾ ചെലുത്താൻ പാടില്ല, അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഫിസിക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ റീഡയറക്ഷൻ ഓഫ് പബ്ലിക് സ്പെൻഡിങ്, അതായത് നമ്മൾ ഗവൺമെന്റ് ആണെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ പോലുള്ള കാര്യങ്ങളിൽ സബ്സിഡീസ് കൊടുക്കുക, അതുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനത്തെ ഒരു ചെയ്യുന്നുണ്ട് ഒരു ആസ്പെക്റ്റും വാഷിംഗ്ടൺ കൺസെൻസിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ടാക്സ് റീഫോം, അതായത് ടാക്സ് ഒക്കെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ആക്കി കൊടുക്കുക, കോംപ്ലക്സ് ആക്കി ഇരിക്കുക, നമുക്ക് സിംപ്ലിഫൈ ആക്കി തരിക എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ലിബറലൈസേഷൻ, അതായത് നമുക്ക് ലിബറൽ ആയിട്ടല്ലേ, നമുക്ക് മാർക്കറ്റ്, അത് ബിസിനസ്സിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, നമുക്ക് തിരിച്ചങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ലീഗൽ ആയിട്ടുള്ള കുറേ നൂലാമാലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ചൊരു ലിബറലൈസേഷൻ കൊണ്ടുവരിക എന്ന രീതിയിലാണ് പറയണത്. ട്രേഡ് ലിബറലൈസേഷൻ കൊണ്ടുവരിക, പ്രൈവറ്റൈസേഷൻ ആക്കുക, ഡീറെഗുലേഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ. അതായത് ബിസിനസ്സിലൊക്കെ മെയിനായിട്ട് ട്രേഡും ബിസിനസ്സിലൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. മനസ്സിലായി? അപ്പം ഇതുപോലുള്ള കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് എവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് സെറ്റ് ഓഫ് എക്കണോമിക് പോളിസീസ് ആണ് ഇവിടെ വരുന്നത്, വാഷിംഗ്ടൺ കൺസെൻസിനകത്ത് വരുന്നത്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് കുറച്ചും കൂടെ ഒരു ഭാഗമുണ്ട്, അതായത് മോഡേണൈസേഷൻ എന്താണ്, അവിടെ വരുന്ന 2 തിയറീസ്. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. മോഡേണൈസേഷൻ പറയുമ്പോൾ എന്തുവാണ് മോഡേണൈസേഷൻ? അതായത് നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് നിന്ന് മാറി നമുക്ക് എന്ത് തരുന്നതാണ്, അതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, മോഡേൺ ആയിട്ടുള്ള എല്ലാ മീൻസും മോഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്നു അല്ലേ. അതിനെയാണ് മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫിന്റെ എല്ലാ ഭാഗത്തും, നമ്മുടെ ഹെൽത്ത് ആയാലും നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളിലും മോഡേണൈസേഷന്റെ ടച്ച് ഉണ്ടല്ലേ. അപ്പം നമുക്കത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ മോഡേണൈസേഷന്റെ ചെറിയ നെഗറ്റീവ് ഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതാണ് ഡിപ്പെൻഡൻസി തിയറിയിലും വേൾഡ് സിസ്റ്റം തിയറിയിലും പറയുന്നത്. ഇതൊക്കെ ആരൊക്കെയാണ് പറഞ്ഞത്, ആരൊക്കെയാണ് എൻ്റെ പ്രൊപ്പൗണ്ടർ എന്നും കൂടെ അറിഞ്ഞിരിക്കുക. പ്രൊപ്പണന്റ് ആരൊക്കെയാണ്? അതായത് ഒന്നാമത് നമ്മുടെ വേൾഡ് സിസ്റ്റം തിയറി. ഇതിന്റെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത് ഇമ്മാനുവൽ വാലർസ്റ്റീൻ, അദ്ദേഹമാണ് ഇത് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മൾ ഡിപ്പെൻഡൻസി തിയറിനെ ആണെങ്കിൽ A.G. ഫ്രാങ്ക്, ആൻഡ്രേ ഗുഡ്നർ ഫ്രാങ്ക്, അങ്ങനെ എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. മനസ്സിലായോ? ഓക്കെ, ആൻഡ്രേ പിന്നെ ഗുണ്ടർ ഫ്രാങ്ക് അങ്ങനെ എന്തോ ആണ്. ഓക്കെ, A.G. ഫ്രാങ്ക് ഇതാണ് അദ്ദേഹത്തിന്റെ പേര്, അത് ഓർത്തിരുന്നത്. A.G. ഫ്രാങ്കിന്റെയാണ് ഡിപ്പെൻഡൻസി തിയറി. വേൾഡ് സിസ്റ്റം തിയറി ആണെങ്കിൽ ഇമ്മാനുവൽ വാലർസ്റ്റീൻ. രണ്ടും ഏതാണ്ട് സെയിം കോൺസെപ്റ്റ് ആണ് പറയാനുള്ളത്. അതായത് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുമ്പം ഈ മോഡേണൈസേഷനൊക്കെ ആദ്യമായിട്ട് ആരംഭിച്ചത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് അല്ലേ. അപ്പം വെസ്റ്റേൺ കൺട്രീസ് ഭയങ്കരമായിട്ട് അവരെന്താണ് എല്ലാം വെൽത്തി ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ ഹൈലി ഭയങ്കര മോഡേൺ ആണ്, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഡെവലപ്പിംഗ് അല്ല, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ് ഇത് വെസ്റ്റേൺ കൺട്രീസ്. അപ്പം നമ്മൾ ഈ ഈസ്റ്റേൺ കൺട്രീസ് ഒക്കെ, നമ്മൾ ഇന്ത്യ ഏഷ്യയിലൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഡെവലപ്പിംഗ് ആണ്, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ് നമ്മളൊക്കെ അല്ലേ. കുറച്ച് നമ്മൾ ഇന്ത്യക്കൊക്കെ ഡെവലപ്പിംഗ് ആണ്, നമ്മൾ ചില ആഫ്രിക്കൻ കൺട്രീസ് ഒക്കെ നോക്കി കഴിയുമ്പം അണ്ടർ ഡെവലപ്ഡ് ഉള്ള കൺട്രീസ് ആണ്. അപ്പം ഈ ഡിപ്പെൻഡൻസി തിയറിയിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നാണ്, നമ്മുടെ ഈ സ്ലം ഏരിയയിലുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ജോലിയൊക്കെ അന്വേഷിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്, വെസ്റ്റേൺ കൺട്രീസോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ തിരിച്ച് അവരും ഇങ്ങോട്ട് നമ്മൾ എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചീപ്പ് ലേബറിന് വേണ്ടിയിട്ട് അല്ലേ. ലൈക്ക് നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് എന്തെങ്കിലും സാലറി തരണോ? വേണ്ട. നമ്മൾ എക്സാമ്പിൾ കേരളക്കാരെ നമ്മൾ ബംഗാളികളെ വിളിക്കുന്നില്ലേ, കേരളക്കാർക്ക് ജോലി ചെയ്യാൻ അറിഞ്ഞാത്തതുകൊണ്ടാണ്? അല്ല, അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് തുച്ഛമായിട്ടുള്ള വരുമാനം കൊടുത്താൽ മതി, പക്ഷെ പണി എടുപ്പിക്കും അല്ലേ നമ്മൾ. അതാണല്ലോ ഒരു ബംഗാളി പണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ്
ചീപ്പ് ലേബർ എന്നുള്ള രീതിയിൽ ഈ വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർ ഈസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, നമ്മൾ ഇന്ത്യയിലൊക്കെയാണ് പണ്ട് നമ്മൾ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കോട്ടൺ, നമ്മൾ ജൂട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അവർ ഫ്രീ ആയിട്ട്, ഈവൻ നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ക്യാഷ് പോലും തരാതെ നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത്, തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയി അവരോട് പ്രോസസ്സ് ചെയ്ത് ഭയങ്കര ഹൈ റേറ്റിന് അവരോട് വിൽക്കും. അപ്പം നമ്മളിവിടെ നമ്മൾ ലൂട്ട് ചെയ്യുകയാണല്ലേ, നമ്മൾ സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഇവിടെ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരത്. ഇന്നും അതുപോലെ തന്നെയാണ് വെസ്റ്റേൺ കൺട്രീസ് ഈസ്റ്റേൺ കൺട്രീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ അവരാക്കി മാറ്റുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഡിപ്പെൻഡൻസി തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ വേൾഡ് സിസ്റ്റം തിയറിയിലും ഇമ്മാനുവൽ വാലസിന് പറയുന്നത് അത് തന്നെയാണ്. അത് കോർ, പെരിഫറി റീജിയൻ, സെമി പെരിഫറി റീജിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു സർക്കിൾ വരച്ച് കഴിയുകയാണെങ്കിൽ നടുക്ക് വരുന്ന ഭാഗമാണ് കോർ, അതിൻ്റെ കുറച്ച് മുകളിലോട്ട് വരുന്ന ഭാഗമാണ് സെമി പെരിഫറി, അതിൻ്റെ ഏറ്റവും പുറത്ത് വരുന്നതാണ് പെരിഫറി റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ പെരിഫറി റീജിയനിൽ പെട്ട ആൾക്കാർ പുറന്തള്ളപ്പെട്ടവരാണ്, അത് മാർജിനലൈസ്ഡ് ഉള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ഭയങ്കര ഹൈലി സ്ലം ഏരിയ ആയിരിക്കും അവിടുത്തെ ആൾക്കാർ. നമ്മളൊന്നിനും അത്രയ്ക്ക് പോവേർട്ടി ഒക്കെ തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് പെരിഫറി റീജിയൻ എന്ന് പറയുന്നത്. സെമി പെരിഫറി എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ കോറിലോട്ടൊക്കെ വരുന്നുണ്ട്, ജോലിക്കൊക്കെ വരുന്നുണ്ട്, അവർ കുറച്ചൊരു ഹൈടെക് ആ ലെവലിലല്ല, കുറച്ചൊക്കെ ഒരു ജീവിക്കുന്നുണ്ടെന്ന രീതിയിലാണ് സെമി പെരിഫറി വരുന്നത്. കോർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കോർ റീജിയൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അപ്പം ഈ മോഡേണൈസേഷനെ കൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടല്ലേ. മോഡേണൈസേഷൻ വന്നതുകൊണ്ടാണല്ലോ ഇത്രയും ഹൈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ. അതാണ് ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്നും കൂടെ പറയുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ്റെ, മോഡേണൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിൻ്റെ റിസൾട്ടായിട്ട് വന്ന ഡിജിറ്റൽ ഡിവൈഡ്, ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വെച്ചാൽ ഇതാണ്, അതായത് ഡിജിറ്റൽ പരമായിട്ട് നമ്മൾ മോഡേൺ ടെക്നോളജീസ്, ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കുറച്ച് ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല, അവിടെ ഡിവിഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്കിത് ഭയങ്കര അത്ര ഡീപ്പായിട്ട് ഈ ഭാഗത്ത് പറയുന്നില്ല. ഈ ഭാഗത്ത് ഡിപ്പെൻഡൻസി തിയറി അവിടെ കുറച്ചൊരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞില്ല. ആരാണ് ഇതിൻ്റെ പ്രൊപ്പണ്ടൊന്നും കൂടെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. A.G. ഫ്രാങ്ക് ആണ് ഇതിൻ്റെ എന്തുവാണ് പ്രൊപ്പണ്ട് എന്ന് പറയുന്നത്. ഇമ്മാനുവൽ വാലസിൻ്റെ പേരിടയ്ക്ക് എന്ത് പറയുന്നുണ്ട്, ഒരു ബ്രാക്കറ്റിനകത്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കും എന്താണ് ഡിപ്പെൻഡൻസി തിയറി, അതുപോലെ എന്തുവാണ് ഇപ്പം പറഞ്ഞ എന്തുവാണ് നമ്മുടെ വേൾഡ് സിസ്റ്റം തിയറി എന്നുള്ളത്. അപ്പം ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം കുറച്ച് പയനേഴ്സിൻ്റെ പേര് അവരുടെ കോൺട്രിബ്യൂഷൻ എന്തുവാണ്, പിന്നെ വാഷിങ്ടൺ കൺസെൻസ് എന്തുവാണ്, പിന്നെ എന്തുവാണ് നമ്മൾ ഈ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് നെഗറ്റീവ് ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നതാണ് ഇത് ഡിപ്പെൻഡൻസി തിയറിയിലും വേൾഡ് സിസ്റ്റം തിയറിയിലൊക്കെ വരുന്നത്. പിന്നെ പ്രൊപ്പണന്റ് ആരെന്നൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.